ഏറ്റവും നല്ല ഭരണ സംവിധാനം ജനാധിപത്യമാണെന്നാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ജനാധിപത്യം ഇന്ന് അക്ഷരങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുകയാണോ എന്ന് തോന്നാറുണ്ട്. ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രം എന്നു പേരുള്ള പല രാജ്യങ്ങളും ഒന്നാന്തരം ഏകാധിപത്യ വാഴ്ചയാണ് നടക്കുന്നത്. അതിന് ഉദാഹരണമായി ഒരു രാജ്യമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ടെലിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരൊറ്റ ചാനൽ മാത്രമേ ഉള്ളൂ എങ്കിൽ പിന്നെ മൊബൈൽ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഇല്ലെങ്കിലോ? ഇന്ന് ഈ വാർത്ത നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തുള്ള അവസ്ഥയാണിത്. വ്യാജ പഠനങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയല്ല, പുറത്തുനിന്ന് നോക്കുന്ന ആളുകളെ പറ്റിക്കുവാനായാണ്. ഇതാണ് നോർത്ത് കൊറിയയിലെ സത്യാവസ്ഥ. കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മരവിച്ചുപോയ ഒരു രാഷ്ട്രം, ബാക്കിയുള്ള ലോകത്തിൽ നിന്ന് ബന്ധമില്ലാതെ പോയ ഒരു രാജ്യം. എന്തുകൊണ്ടാണ് നോർത്ത് കൊറിയ ജനങ്ങളില്ലാത്ത പഠനങ്ങൾ പണിയുന്നത്? ഇന്റർനെറ്റും സ്വാതന്ത്ര്യവുമില്ലാതെ അവിടുത്തെ പൗരന്മാർ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ രാജ്യം ഒറ്റപ്പെട്ടു പോയത് എങ്ങനെ? പുറമെ നാം അറിയുന്ന കാര്യങ്ങൾക്കപ്പുറം നോർത്ത് കൊറിയയിൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം കണ്ടെത്താം. നോർത്ത് കൊറിയയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1945-ലാണ്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ കൊറിയ രണ്ടായി വിഭജിച്ചു. നോർത്ത് ഭാഗം സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുള്ള ഭരണകൂടവും സൗത്ത് ഭാഗം അമേരിക്കയുടെ പിന്തുണയുള്ള ഭരണകൂടവും പിടിച്ചെടുത്തു. 1948-ൽ ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് നോർത്ത് ഭാഗത്തിന്റെ പേര് നൽകി കിം ഇൽ സുങ് അധികാര സ്ഥാനത്തെത്തി. 1950 മുതൽ 1953 വരെ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു. ഈ യുദ്ധത്തിൽ ഇരുഭാഗത്തിനും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. പോരിന് ശേഷവും കൊറിയ രണ്ടു ഭാഗമായി തന്നെ തുടർന്നു. കിം കുടുംബത്തിന്റെ കീഴിൽ ഒരു ശക്തമായ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യമായി നോർത്ത് കൊറിയ മാറി. കിം ഇൽ സുങ്ങിന് ശേഷം മകനായ കിം ജോങ് ഇല്ലും അതിനുശേഷം മകനായ കിം ജോങ് ഉന്നും ആണ് ഭരണകർത്താക്കളായി എത്തിയത്. ഈ അധികാരം നഷ്ടപ്പെടാതിരിക്കുവാൻ രാജ്യത്തെ ജനങ്ങളെ ശക്തമായി നിയന്ത്രിക്കുന്നുമുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളോ ക്ഷേമമോ ഒന്നും അവർക്ക് പ്രധാനമല്ല. ഒരു കാര്യത്തിന് മാത്രം ആണ് പ്രാധാന്യം നൽകുന്നത്: അവരുടെ അധികാരം അത് സംരക്ഷിച്ചു നിർത്തുവാനും അതുവഴി അവർ അനുഭവിച്ചു വരുന്ന സുഖസൗകര്യങ്ങളും അവരുടെ താല്പര്യ സംരക്ഷണവും ഊട്ടി ഉറപ്പിക്കുവാനുമായി അവർ രാജ്യത്ത് നിയമങ്ങൾ നടപ്പാക്കുന്നു. സൈനിക ശക്തി ഇതിനായി ഉപയോഗിച്ച് രാജ്യത്തെ ഒറ്റപ്പെടുത്തി നിർത്തുന്നു. എന്നാൽ ഇതേ സമയം തൊട്ട് അയൽ രാജ്യമായ സൗത്ത് കൊറിയ ലോകത്തിനു മുൻപിൽ തുറന്നിട്ട് ഒരു ആധുനിക രാജ്യമായി വളരുകയാണ്. രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് മറയ്ക്കുവാൻ നിരവധി വ്യാജ പട്ടണങ്ങളും നോർത്ത് കൊറിയ നിർമ്മിച്ചിട്ടുണ്ട്. സൗത്ത് കൊറിയയുടെ ബോർഡറിന് അരികിലായും ചൈന അതിർത്തിക്ക് അരികിലായുമാണ് ഇത്തരം പട്ടണങ്ങൾ എന്ന് തോന്നിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. 1950-കളിലാണ് സൗത്ത് കൊറിയയുടെ അതിർത്തിയിൽ നിന്ന് കാണുന്ന തരത്തിൽ കിജോങ് ഡോങ് അല്ലെങ്കിൽ സമാധാന ഗ്രാം എന്ന പേരിൽ പട്ടണം നിർമ്മിച്ചത്. പുറമെ നിന്ന് നോക്കുമ്പോൾ അപ്പാർട്ട്മെന്റുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളുമുള്ള ആധുനിക പട്ടണമായി തോന്നാം. എന്നാൽ വാസ്തവത്തിൽ അത് ശൂന്യമാണ്. ജാലകങ്ങളുടെ പെയിന്റ് അടിച്ച വ്യാജ ബിൽഡിങ്ങുകളാണ്. സന്ധ്യയാകുന്നതോടെ ഈ പട്ടണം ഇരുട്ട് മൂടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ തെളിയുകയും കെടുകയും ചെയ്യുന്ന ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നോർത്ത് കൊറിയ സമ്പൽ സമൃദ്ധമാണെന്ന് സൗത്ത് കൊറിയയുടെ അതിർത്തിയിൽ കാണിക്കുവാനായി ചെയ്തിരിക്കുന്ന ഒന്നാണിത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രൊജക്റ്റാണ് പ്യോങ്യാങ്. ഉയരമുള്ള കെട്ടിടങ്ങളും വീതിയുള്ള റോഡുകളുമാണ് ഈ തലസ്ഥാന പട്ടണത്തിൽ പണിതിരിക്കുന്നത്. പക്ഷേ അവിടെ വൈദ്യുതി പോലുമില്ല, അറ്റകുറ്റപ്പണികളും ചെയ്യുന്നില്ല. കാലിയായ നഗരങ്ങളുടെ നാടെന്നും നോർത്ത് കൊറിയ അറിയപ്പെടുന്നുണ്ട്. സ്വന്തം പൗരന്മാർക്കല്ല, പുറത്തുനിന്നുള്ള കാഴ്ചക്കാർക്കായി പട്ടണം പണിതിരിക്കുന്നു. അതായത് ശത്രു രാജ്യത്ത് നോക്കുന്നവർക്കായി പട്ടണം പണിതിരിക്കുന്ന രാജ്യം. എന്ത് വിശാല മനസ്സ് അല്ലെ? നോർത്ത് കൊറിയയിൽ ഇന്റർനെറ്റ് ഇല്ല, പക്ഷേ ഇൻട്രാനെറ്റ് ഉണ്ട്. രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ആഗോള ഏകജാലകത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദമില്ല. അതിനു പകരം ക്വാങ്മ്യോങ് എന്നറിയപ്പെടുന്ന ക്ലോസ്ഡ് സംവിധാനമാണ് ഉള്ളത്. ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത ന്യൂസിനും വിദ്യാഭ്യാസ കണ്ടന്റിനും നയപരമായ കാര്യങ്ങളും മാത്രം വിതരണം ചെയ്യുന്ന ഒരു ഇൻട്രാനെറ്റാണിത്. ശരിയായ ഇന്റർനെറ്റ് ഭരണകുടുംബത്തിൽ ഉൾപ്പെട്ടവർക്കും പ്രത്യേക സ്ഥാപനങ്ങൾക്കും മാത്രമേ ആക്സസ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതിനും ശക്തമായ മേൽനോട്ടമുണ്ട്. രാജ്യത്തെ ജനങ്ങളെയെല്ലാം സർക്കാർ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും സന്തോഷമായ രാജ്യം നോർത്ത് കൊറിയ ആണെന്നും ഏറ്റവും ഉദാര മനസ്സുള്ള ഭരണകൂടം കിം ഭരണകൂടമാണെന്നും അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നു. നോർത്ത് കൊറിയയ്ക്ക് അപ്പുറമുള്ള ലോകം പട്ടിണിയും ബുദ്ധിമുട്ടുമുള്ള നരക സമാനം ആണെന്നും അവരൊക്കെ നോർത്ത് കൊറിയയെ നോക്കി അസൂയപ്പെടുകയാണെന്നും പറയുന്നു. നോർത്ത് കൊറിയയിലെ വാർത്താ ചാനലിലൂടെ ഈ വിശ്വാസം വളർത്തുന്ന മെനഞ്ഞെടുത്ത വാർത്തകളാണ് നിരന്തരം സംപ്രേഷണം ചെയ്യുന്നത്. ഗൂഗിളും യൂട്യൂബും വാട്സാപ്പും അനുവദിക്കാതെ ആ രാജ്യത്തിൽ പറഞ്ഞു കേൾക്കുന്നത് വിശ്വസിക്കുകയല്ലാതെ അവർക്ക് മറ്റ് നിവൃത്തിയില്ല. അവിടെ സംപ്രേഷണം ചെയ്യുന്ന TV ചാനലുകളെല്ലാം സ്റ്റേറ്റിന്റെ ഓണർഷിപ്പിലുള്ളതാണ്. അതിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പാട്ടുകളും ഡോക്യുമെന്ററികളും വാർത്തകളും എല്ലാം ലക്ഷ്യം വെക്കുന്നത് ഭരണകർത്താവിനെ പുകഴ്ത്തുവാനാണ്. നോർത്ത് കൊറിയയുടെ മഹത്വം വർണ്ണിക്കുന്ന കഥകളും സംപ്രേഷണം ചെയ്യുന്നു. ഭരണകർത്താവ് ദൈവതുല്യനാണെന്ന് നിരന്തരം ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. വിദേശ മാധ്യമങ്ങൾ രാജ്യത്ത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു സൗത്ത് കൊറിയൻ നാടകം കണ്ടാൽ പോലും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചിലപ്പോൾ മരണശിക്ഷ വരെ അനുഭവിക്കേണ്ടിയും വന്നേക്കാം.
യഥാർത്ഥ സത്യത്തിനിപ്പുറം ഒരു സമാന്തര സത്യം രാജ്യത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നോർത്ത് കൊറിയയ്ക്ക് കഴിയുന്നുണ്ട്. നോർത്ത് കൊറിയയിലെ പൗരന്മാർക്ക് കൃത്യമായ നിയമവ്യവസ്ഥകളുമുണ്ട്. പുരുഷന്മാർക്ക് മുടി വെട്ടുവാനുള്ള പ്രത്യേക രീതികളുണ്ട്. വസ്ത്രധാരണത്തിന് കർശന വ്യവസ്ഥകളുണ്ട്. വിദേശത്തേക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം ആർക്കും നൽകുന്നില്ല. വിദേശത്തു നിന്നുള്ളവരെ സന്ദർശിക്കുവാൻ അനുവദിക്കുന്നില്ല. അപൂർവമായി അനുവദിക്കുന്ന കേസുകളിൽ വന്നു പോകുന്നതുവരെ കൃത്യമായ നിരീക്ഷണത്തിനുള്ളിലായിരിക്കും അവർ. ഇതൊക്കെ പറയുമ്പോഴും ജനങ്ങൾ ഉള്ള സൗകര്യങ്ങളിൽ സന്തുഷ്ടരാണെന്ന് പറയാനാകില്ല. ഭക്ഷണക്ഷാമം നേരിടുന്ന രാജ്യം കൂടിയാണ് ഇത്. വൈദ്യുതി വിതരണം പവർ കട്ട് അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്. ഒരു ദിവസം വളരെ ചുരുങ്ങിയ സമയങ്ങളിലെ വൈദ്യുതി വിതരണം നടക്കുന്നുള്ളൂ. രാത്രി സമയങ്ങളിൽ ഒരിടത്തും വെളിച്ചമില്ല. എന്നാൽ ലോകത്തെ ഏറ്റവും സുന്ദരമായ രാജ്യത്ത് ഇങ്ങനെയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം ഭരണകർത്താവിന്റെ ഹിതമാണ്. അത് അംഗീകരിക്കുവാൻ എല്ലാവരും തയ്യാറാണ്. ആശയപ്രകടന സ്വാതന്ത്ര്യം എന്ന ഒരു വാക്കുപോലും നോർത്ത് കൊറിയയിലെ ഒരു പൗരനും ഇതുവരെ കേട്ടിട്ടുണ്ടാകില്ല. പുറം ലോകം എങ്ങനെ ഉള്ളതാണെന്ന് ഒരിക്കലും അവർ അറിഞ്ഞിട്ടുമില്ല, അറിയുകയുമില്ല. റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് കൽക്കരി ഉൾപ്പെടെയുള്ള ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ഇതിന്റെ കയറ്റുമതി ഒരു പ്രധാന വരുമാന മാർഗമാണ്. രാജ്യത്തിന്റെ വരുമാനത്തിൽ പ്രധാന പങ്കും വിനിയോഗിക്കുന്നത് ആണവായുധങ്ങൾ നിർമ്മിക്കുവാനും സൈനിക ശക്തി ബലപ്പെടുത്താനുമായാണ്. രാജ്യത്ത് കടന്നുകയറി ജനങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ശക്തികളായാണ് US, ജപ്പാൻ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പൗരന്മാരെ പഠിപ്പിച്ചിരിക്കുന്നു. ഇവരെ നേരിടാനായാണ് സൈനിക ബലം വർദ്ധിപ്പിക്കുന്നതെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കായാണ് അവരുടെ മേലുള്ള നിരീക്ഷണമെന്നുമാണ് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സംരക്ഷണം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വ ബോധമാണെന്ന് ധരിപ്പിച്ച് നിർബന്ധിത സൈനിക സേവനവും എല്ലാ യുവാക്കളും ചെയ്യേണ്ടതായുണ്ട്. നോർത്ത് കൊറിയ പിന്തുടരുന്നത് സ്വന്തമായ ടൈം സോണാണ്. പ്യോങ്യാങ് ടൈം എന്നാണ് ഇതറിയപ്പെടുന്നത്. രാജ്യത്ത് പിന്തുടരുന്ന കലണ്ടർ ആരംഭിച്ചിട്ട് ഇതുവരെ 113 വർഷമേ ആയിട്ടുള്ളൂ. അതായത് അവരുടെ കലണ്ടറിൽ ഇത് 113ാമത്തെ വർഷമാണ്. ആദ്യ ഭരണകർത്താവായ കിം ഇൽ സുങ് ജനിച്ച വർഷം മുതലാണ് ഈ കലണ്ടർ ആരംഭിച്ചിരിക്കുന്നത്. ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആയതുകൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരേ ഒരു പേര് മാത്രമേ പേപ്പറിൽ ഉണ്ടാകൂ. അതിലെല്ലാവർക്കും ടിക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ആരെങ്കിലും ടിക്ക് ചെയ്യാൻ പോയില്ലെങ്കിൽ പിന്നെ അവരൊക്കെ ജനാധിപത്യ വിശ്വാസം ഇല്ലാത്തവരെന്ന് ആക്ഷേപിക്കും. ഓരോ വോട്ടും നിങ്ങളുടെ അവകാശമാണ് എന്നാണ് ജനങ്ങളോട് ഇലക്ഷൻ പ്രചാരണാർത്ഥം പറയുന്നത്. ജനാധിപത്യ അവകാശം ഭംഗിയായി നിർവഹിക്കുവാൻ എല്ലാവരും തന്നെ വോട്ട് ചെയ്യും. ഇനി നോർത്ത് കൊറിയയുടെ ഭാവി എന്താണെന്ന് കൂടി നോക്കാം. നോർത്ത് കൊറിയയിലെ യുവാക്കൾ കടത്തിക്കൊണ്ടുവരുന്ന USB ഡ്രൈവുകളിലൂടെ രഹസ്യമായി സൗത്ത് കൊറിയൻ സിനിമകൾ കാണുന്നുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിലൂടെ വിദേശ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട്. കർശന നിയമങ്ങൾക്കിടയിലും ചെറിയ വിള്ളലുകൾ രൂപപ്പെടുന്നതിന്റെ ലക്ഷണമാണിത്. എന്നാൽ നിലവിലെ ഭരണകൂടം ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടെ ശക്തമായി നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ നോർത്ത് കൊറിയ കാലയവനികയ്ക്കുള്ളിൽ മരവിച്ച് തന്നെ ഇനിയും കിടക്കും. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഡ്രാമ സ്റ്റേജ് പോലെയാണ് നോർത്ത് കൊറിയ. സെറ്റിട്ട് വെച്ചിരിക്കുന്ന പട്ടണങ്ങൾ, പുറത്തുനിന്ന് നോക്കുന്ന കാണിക്കുവാനായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും റോഡുകളും ലൈറ്റുകളും പക്ഷേ ജനങ്ങൾക്ക് ജീവിക്കുവാനോ ഉപയോഗിക്കുവാനോ കഴിയുന്ന രീതിയിൽ ഉപകാരപ്രദമല്ലെന്ന് മാത്രം. നോർത്ത് കൊറിയയിലെ ജനങ്ങൾക്ക് ഒഴികെ ബാക്കി ലോകത്തിന് മുഴുവൻ നോർത്ത് കൊറിയ ഇന്നും നിഗൂഢമാണ്. അവിടെയുള്ള ജനങ്ങളാണെങ്കിൽ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു പരലോകത്തെന്ന പോലെ ജീവിക്കുന്നു. സമയവും കാലവും പോലും നോർത്ത് കൊറിയയ്ക്ക് മുന്നിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. ജനാധിപത്യ റിപ്പബ്ലിക് എന്ന പേരുകൊണ്ട് ഒരു രാജ്യം ജനാധിപത്യം ആകില്ല എന്ന ഓർമ്മ നൽകി ഇന്ന് ഈ ആഗോളവൽക്കരണത്തിന്റെ കാലത്തും നോർത്ത് കൊറിയ നിഗൂഢമായി തന്നെ നിലകൊള്ളുകയാണ്.